വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സീനിയർ സെക്കൻഡറിയിലെ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അതിന് നിങ്ങളുടെ കയ്യിൽ നോട്ട് പുസ്തകവും പേനവും നിർബന്ധമാണ്. കാരണം ഇവിടെ എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസുകളുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതെല്ലാം ചാപ്റ്റേഴ്സുകളാണ് എക്സാമിന് വരിക എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അതിൽ ഇന്നലെ എക്സാമിന് വരുന്ന ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേരത്തെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള 6ാമത്തെ അധ്യായവും 7ാമത്തെ അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള അധ്യായവും അതുപോലെ 8ാമത്തെ അധ്യായമായിട്ടുള്ള എ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്ന അധ്യായവും അതുപോലെ തന്നെ 9ാമത്തെ അധ്യായമായിട്ടുള്ള മൈ സൺ നോട്ട് വിൽ ബി ബെഗർബി എന്ന് പറയുന്ന അധ്യായവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ എക്സാമിന് വരാവുന്ന ചാപ്റ്റേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 10ാമത്തെ അധ്യായമായിട്ടുള്ള വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന അധ്യായം. അപ്പോൾ ആ അധ്യായം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ആ അധ്യായത്തിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ നമുക്ക് 12ാമത്തെ അധ്യായമായിട്ടുള്ള ഇഫ് ഐ വേർ യു എന്ന് പറയുന്ന അധ്യായവും അതുപോലെ 13ാമത്തെ അധ്യായമായിട്ടുള്ള ദ ടൈഗർ ഇൻ ദ ടനൽ എന്ന് പറയുന്ന അധ്യായവും 14ാമത്തെ അധ്യായമായിട്ടുള്ള ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന അധ്യായവും. ഇത്രയും 4 അധ്യായങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഒന്നും കൂടി ഓർമ്മ വേണം, ഇത് എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ് ആണ്. അതുകൊണ്ട് കൃത്യമായി പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് അധ്യായം ഏതാണ് ഡിസ്കസ് ചെയ്യണത്? 10ാമത്തെ അധ്യായമായിട്ടുള്ള വേർ ഈസ് ദ മൈൻഡ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന അധ്യായമാണ്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ പോയറ്റ് ഓഫ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ? ഹൂ ഇസ് ദ പോയറ്റ്? അപ്പോൾ ഇതൊരു പോയമാണെന്ന് മനസ്സിലായല്ലോ. വേർ ഈസ് ദ മൈൻഡ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന ഭാഗം ചാപ്റ്റർ ഒരു പോയമാണ്. ഈ പോയമിനെ എഴുതിയിട്ടുള്ളത് ആരാണ്? ഈ പോയം എഴുതിയിട്ടുള്ള കവി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ആരാണ് ക്വസ്റ്റ്യന്? അവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസുകളുണ്ട്. 1ാമത്തെ ഓപ്ഷൻ എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുഗന്ധോ ഭട്ടാചാര്യ അല്ലേ? അതുപോലെ 3ാമത്തെ ഓപ്ഷൻ സി നാരായണാണ്. അതുപോലെ 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി രാജഗോപാലാചാരി ആണോ? ഏതാണുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളൊരു കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അതാണ് നമ്മളുടെ ഈ ഒരു അധ്യായത്തിൻ്റെ ഈ ഒരു കവിതയുടെ കവി എന്ന് പറയുന്നത്. വേർ ഈസ് ദ മൈൻഡ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന അധ്യായത്തിൽ ഈ ഒരു അധ്യായം എഴുതിയിട്ടുള്ളത്, ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈ ഡൊമസ്റ്റിക് വാൾസ് ദ പോയറ്റ് മീൻസ്. ഈ ഡൊമസ്റ്റിക് വാൾ എന്നതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്? സെക്രട്ടേറിയൻ അപ്രോച്ച് ഓഫ് ദ പീപ്പിൾ, അതുപോലെ തന്നെ സെൽഫിഷ് അപ്രോച്ച് ഓഫ് ദ പീപ്പിൾ, നെക്സ്റ്റ് യൂട്ടിലേറിയൻ അപ്രോച്ച് ഓഫ് ദ പീപ്പിൾ, എക്കണോമിക് അപ്രോച്ച് ഓഫ് ദ പീപ്പിൾ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ നിന്നും ഒന്നിനെ സെലക്ട് ചെയ്യാനാണ്. കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾക്ക് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയാൻ കഴിയും. ഏതാണ് ആൻസർ? സെക്രട്ടേറിയൻ അപ്രോച്ച് ഓഫ് ദ പീപ്പിൾ. സെക്രട്ടേറിയൻ അപ്രോച്ച് ഓഫ് ദ പീപ്പിൾ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡു യു തിങ്ക് ട്രിക്ലാസ് is an appropriate adjective used in the poem for striving? അപ്പോൾ എന്താണ് സ്ട്രൈവിംഗ് എന്ന് പറഞ്ഞാൽ? പട്ടിണി കിടക്കുക അല്ലെങ്കിൽ മത്സരിക്കുക,
സ്റ്റാർവേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് പട്ടിണിക്കിട്ട് കൊല്ലുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്ന ടയർലെസ് എന്ന് പറയുന്നതിൻ്റെ ഒരേ സാമ്യമായിട്ടുള്ള മീനിങ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വേർ ഇൻ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നുള്ള അധ്യായത്തിൽ എന്നുള്ള കവിതയിൽ ദ പോയറ്റ് വിശദീകരിക്കുന്നത് വേർ നോളേജ് ഈസ് ഫ്രീ, അല്ലേ? എവിടെയാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് എവിടെയാണ് വെറുതെ കിട്ടുന്നത്, ഫ്രീ ആയിട്ട് കിട്ടുന്നത് എവിടെയാണ്? ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെന്റ് ഓഫ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ പീപ്പിൾ ഡെപ്ത് ഓഫ് ട്രൂത്ത് വേർ ടയർലെസ് സ്റ്റാർവിംഗ് സ്ട്രെച്ചസ് ഇറ്റ് ആംസ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ ഒരു ഭാഗം വരുന്നത്, ടയർലെസ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്, ഓർമ്മയുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റീഡ് ദ ഫോളോവിങ് എക്സ്ട്രാക്ട് ഫ്രം ദ പ്രിസ്ക്രൈബ്ഡ് പോയം. ഈ പറയപ്പെട്ട പോയത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. പോയം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ പറയുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യാനാണ്. ഇതുപോലെയായിരിക്കും നമ്മളുടെ എക്സാം പേപ്പറിൽ ചോദിക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതേ മോഡലിലെ ക്വസ്റ്റ്യന് ഒരു പക്ഷേ 2-3 പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് ചോദിക്കാം. നമ്മളുടെ റീഡിങ് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് പൊതുവെ കൊടുക്കാറുള്ളത്. ഓക്കെ, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ നോളേജ് ഈസ് ഫ്രീ, വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പോൾ up into fragment by narrow domestic walls where words come out from the depth of truth. അതുപോലെ where tireless striving stretches in arms towards perfection where the clear stream of reason എന്ന് പറയുന്ന ഒരു പോയമാണ്. ഈ ഒരു പോയത്തിൽ നിന്നും താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ റിയസൺ ആൻഡ് ഡെഡ് ഹാബിറ്റ് കമ്പയർഡ് ടു, അല്ലേ? എന്തെല്ലാം കാരണങ്ങളാണ് ഡെഡ് ഹാബിറ്റിനോട് കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്? റിയസൺ ഈസ് കമ്പയർഡ് വിത്ത് ക്ലിയർ സ്ട്രീം ടി ആൻഡ് ഡെഡ് ഹാബിറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ഡ്രൈവറി ഡിസേർട്ട്, അല്ലേ? ഡ്രൈവറി റിസേർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പോയത്തിൽ അടിവരയിട്ട് പറയുന്ന ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തെയാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വാട്ട് ദ ടയർലെസ് സ്റ്റാർവിംഗ് ഷുഡ് ബി ഫോർ, അല്ലേ? ടയർലെസ് സ്റ്റാർവിംഗ് എന്ന് പറയുന്നത് എന്തിനെ കൊണ്ടാണ്? ദ ടയർലെസ് സ്റ്റാർവിംഗ് മീൻസ് കണ്ടിന്യൂസ് എഫോർട്ട് ആൻഡ് സ്ട്രഗിൾ, അല്ലെ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്രമത്തെയും ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രഗിളിനെയുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ബി ഡൺ ടു അച്ചീവ് വൺ ഗോൾസ് ഓഫ് ലൈഫ് ആൻഡ് ടു മേക്ക് പെർഫെക്റ്റ് വൺ സെൽഫ്, അല്ലേ? ഇത് ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വേർ കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത് എക്സ്പ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. സ്വന്തം ഭാഗത്ത് നിന്ന് സ്വന്തം വേർഡിൽ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. എന്താണ് ക്വസ്റ്റ്യന്? വേർ കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്. ആഴത്തിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതെന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഒരു കവിതയിലെ പ്രധാന ഭാഗമാണ് മനുഷ്യൻ ഒരു സത്യങ്ങൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കാര്യങ്ങളെ ആശ്രയിക്കണം, അല്ലെ? എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതെന്നുള്ള ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് മീൻസ് ദ പീപ്പിൾ ഷുഡ് ബി ട്രൂത്ത്ഫുൾ ആൻഡ് ദ വേർഡ്സ് ഷുഡ് ബി കം ഔട്ട് ഫ്രം ദർ ഡെപ്ത് ഓഫ് ദ ഹേർട്ട് മീൻസ്, അതായത് മനുഷ്യൻ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കണോ അത്രത്തോളം മനുഷ്യൻ എന്താവണം, കാര്യങ്ങൾ അവൻ്റെ വായിൽ നിന്ന് എപ്പോഴും സത്യസന്ധമായി ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അവൻ്റെ വായിൽ നിന്ന് സത്യം മാത്രമേ പുറത്തു വരാറുള്ളൂ. അപ്പം സത്യത്തിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ് മനുഷ്യർക്ക് എന്ത് ലഭിക്കുന്നത്? സത്യരൂപത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആട്രിബ്യൂട്ട്സ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ ഡസ് ദ പോയം പ്രയർ റിഫ്ലക്ട്, അല്ലേ? നമ്മളുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പോയത്തിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ കവി ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ദ പോയം റിഫ്ലക്ട്സ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ദോസ് ആർ ഹിസ് പാട്രിയോട്ടിസം.
ലോജിക്കൽ തിങ്കിങ്, ഹാർഡ് വർക്കിംഗ്, ട്രൂത്ത്ഫുൾനെസ്, ലവ് ടുവാർഡ്സ് കൺട്രി. അല്ലെ, സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹത്തെയാണ്, ദേശീയതയെയാണ് ഇവിടെ അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന കവിത ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളൊരു ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഫ് ഐ വേർ യു എന്നുള്ള അധ്യായമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം. ഇഫ് ഐ വേർ യു എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. വാട്ട് വാസ് ദ ക്രിമിനൽസ് ഇൻറ്റൻഷൻ. നമുക്കറിയാം ഈ ഒരു അധ്യായം എന്തിനെ കുറിച്ചാണ് പറയണത്. ഒരു ക്രിമിനൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് അപരിചിതനായിട്ടുള്ള മനുഷ്യൻ കയറി വരികയും തോക്ക് ചൂണ്ടി ബാക്കിയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വാസ് ദ ക്രിമിനൽസ് ഇൻറ്റൻഷൻ. ലൈക്ക് ആ ഒരു കുറ്റവാളിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു. ടു സ്റ്റീൽ മണി, ക്യാഷ് മോഷ്ടിക്കാനായിരുന്നോ, അതോ ടു ഹാവ് ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു വന്നത്, അതല്ല ടു കിൽ ജെറാഡ് ആൻഡ് ടേക്ക് ഓൺ ഹിസ് ഐഡന്റിറ്റി അല്ലേ. അതായത് ജെറാഡിനെ കൊന്നിട്ട് ജെറാഡിൻ്റെ ഐഡന്റിറ്റി വീണ്ടെടുക്കാനായിരുന്നോ നമ്മളുടെ ഇൻട്രൂഡർ അല്ലേ, നുഴഞ്ഞുകയറ്റക്കാരൻ ആഗ്രഹിച്ചിരുന്നത്, അതോ നൺ, ഇതൊന്നുമല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. എന്തായിരുന്നു നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ടു കിൽ ജെറാഡ് ആൻഡ് ടേക്ക് ഓൺ ഹിസ് ഐഡന്റിറ്റി. അതായത് ഈ ഒരു ഇൻട്രൂഡർ എന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ള ആൾ എങ്ങനത്തെ ആളായിരുന്നു, 2-3 കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ്. അപ്പോൾ അവന് പിന്നാലെ ആരുണ്ട്, പോലീസ് അവനെ തെരഞ്ഞു പിടിക്കുന്നുണ്ട്. അപ്പം ജെറാഡിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ജെറാഡിനെ കൊന്നിട്ട് അവിടെ ജെറാഡായി ജീവിക്കാനുള്ള പ്ലാൻ ആയിരുന്നു നമ്മളുടെ ഈ ഒരു അപരിചിതനായ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ടു കിൽ ജെറാഡ് ആൻഡ് ടേക്ക് ഓൺ ഹിസ് ഐഡന്റിറ്റി അല്ലേ. അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി വീണ്ടെടുക്കാനായിരുന്നു അവൻ്റെ ശ്രമം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറ്റ് വാട്ട് ഏജ് ഡസ് വേർഡ് ബിക്കം ബ്ലൈൻഡ് ഇൻ ദ സ്റ്റോറി അല്ലേ. അതായത് നമ്മളുടെ വേർഡ് മഹത്തയുടെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അതിൽ ഇഫ് ഐ വേർ യു എന്ന് പറയുന്നതിൽ വേർഡ് മഹത്തയുടെ ഏത് സമയത്താണ് അദ്ദേഹത്തിന് ബ്ലൈൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ ഏത് പ്രായത്തിലാണ് അദ്ദേഹം വേർഡ് മഹത്ത എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13 years 13ാമത്തെ വയസ്സിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ 9 years 9ാമത്തെ വയസ്സിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ 3.5 years 3.5 വയസ്സിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ 18 years 18ാമത്തെ വയസ്സിലാണെന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, 3.5 വയസ്സായപ്പോഴാണ് നമ്മുടെ വേർഡ് മഹത്തയുടെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഓക്കെ, തന്നെ അതുപോലെ തന്നെ അതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഇൻട്രൂഡർ ഹാഡ് എ ഇൻ ഹിസ് ഹാൻഡ്. അതായത് നമ്മളുടെ അപരിചിതനായ മനുഷ്യൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദ ഇൻട്രൂഡർ ഹാഡ് എ റിവോൾവർ ഓൺ ഹിസ് ഹാൻഡ് അല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു റിവോൾവർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു റിവോൾവർ ഉണ്ടായത് കൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ജെറാഡ് വാസ് ഇൻ ഇഫ് ഐ വേർ യു. ഇഫ് ഐ വേർ യു എന്നുള്ള ചാപ്റ്ററിൽ ജെറാഡ് ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു ജെറാഡ്? വാസ് എ പ്ലേ റൈറ്റ് ഇൻ ഇഫ് ഐ വേർ യു. ഇഫ് ഐ വേർ യു എന്നുള്ള അധ്യായത്തിൽ നമ്മളുടെ ജെറാഡ് ആരായിരുന്നു? ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു, ഒരു നാടകകൃത്തായിരുന്നു. നാടകത്തിലെ കഥ സ്ക്രിപ്റ്റ് എഴുതുക, അത് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ജെറാഡ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിക്രം സേത്ത് ഈസ് ദ ഓതർ ഓഫ് ദ ലെസൺ ഇഫ് ഐ വേർ യു. ഇഫ് ഐ വേർ യു എന്ന് എഴുതിയിട്ടുള്ള ആരാണ്? വിക്രം സേത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിക്കാനാണ്. ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഫാൾസ്, തെറ്റാണ്. നമ്മളുടെ ഇഫ് ഐ വേർ യു എന്നുള്ള അധ്യായം എഴുതിയിട്ടുള്ളത് വിക്രം സേത്ത് അല്ല, മറിച്ച്
ഡൊളാൾഡ് ജെയിംസ് ആണ് നമ്മളുടെ ഈ ഒരു ഇഫ് ഐ വേർ യു എന്നുള്ള അധ്യായം എഴുതിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിൻസെന്റ് ചാൾസ് വാസ് ജെറാർഡ്സ് ക്രിസ്ത്യൻ നെയിം അല്ലേ. അതായത് നമ്മളുടെ ജെറാർഡിൻ്റെ ഒരു അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള നെയിം എന്താണ്? വിൻസെന്റ് ചാൾസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ, ശരിയാണ്, ട്രൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പറയുന്നത് നോക്കാം. വാട്ട് ടു ക്വാളിറ്റീസ് ഓഫ് ജെറാർഡ്. ജെറാർഡിൻ്റെ 2 ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ജെറാർഡ് ഇംപ്രസ് ദ ക്യാരക്ടർ മോസ്റ്റ്. ഏതൊരു ക്യാരക്ടറാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തിട്ടുള്ളത് അല്ലേ, ആ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതുപോലെ ഗീവ് റീസൺസ് ഫോർ യുവർ ഇവാലുവേഷൻ ഓഫ് ജെറാർഡ്സ് ക്യാരക്ടർ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ജെറാർഡിൻ്റെ ക്യാരക്ടറെ കുറിച്ചുള്ള 2 കാരണങ്ങൾ ഇതാണ്. അതായത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് മോശമായൊരു അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും നല്ല അഭിപ്രായമാണ് ഉള്ളതെങ്കിലും അതിനുള്ള 2 കാരണങ്ങൾ ഇവിടെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് 2 qualities of Gerard that impress readers most are his wit and resourcefulness ആണ്. അതായത് അദ്ദേഹം ഭയങ്കര കൊമേഡിയൻ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് മറുപടി പറയാൻ പറ്റിയ ഒരു റിസോഴ്സ്ഫുൾനെസ് വ്യക്തിയാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിൻ്റെ കാരണങ്ങളും പറയുന്നുണ്ട്. Gerard's quick thinking and ability to adapt to challenging situations showcase his intelligence and cunning nature. അതായത് ഒരു വ്യക്തി എന്നതിലുപരി അദ്ദേഹം ഒരു കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും അതുപോലെ നന്നായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുമാണ് നമ്മളുടെ ജെറാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? ഹിസ് resilience and determination to outsmart his captors demonstrate. അതായത് ഈ ഒരു ക്യാരക്ടറിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നത് എന്താണ്? എല്ലാ വെല്ലുവിളികളെയും നേരിടുക എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, മറ്റെന്തും കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഉറച്ച തീരുമാനങ്ങൾ, എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നല്ല ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു, ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മറ്റൊരു കാരണം എന്താണ്? സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ ഇൻ ഇൻറ്റഗ്രിറ്റി ഫർദർ എൻഡറിങ് ഹിം ടു റീഡ്. അത് വായനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ, കൂടുതൽ അദ്ദേഹത്തെ ക്യാച്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ജെറാർഡ്സ് ക്യാരക്ടർ റിവീൽ അബൌട്ട് ദ ഹ്യൂമൻ കപ്പാസിറ്റി ഫോർ റിസൈലൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടർ എന്ന നിലയിൽ ജെറാർഡിൻ്റെ ക്യാരക്ടർ എത്രത്തോളം അഡാപ്റ്റബിൾ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? ജെറാർഡ്സ് ക്യാരക്ടർ എക്സംപ്ലൈസ് ദ റിസൈലൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്. മാനുഷിക മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒന്ന് എന്നുള്ളത്. ഡിസ്പൈറ്റ് ബീയിങ് ഇൻ പെയർലെസ് സർക്കംസ്റ്റാൻസസ് he maintains his composure and utilizes his wit and resourcefulness. അതായത് എല്ലാ കാര്യങ്ങളും പ്രത്യേകമായിട്ട് എടുത്തു പറയാനും അദ്ദേഹത്തിൻ്റെ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നെങ്കിൽ എന്താകാം, ആ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആകാം. അപ്പം ഏത് ക്വസ്റ്റ്യൻ ആയാലും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താകാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മളുടെ ജെറാർഡ് എന്നുള്ള ക്യാരക്ടറുടെ 2 ക്വാളിറ്റി, അത് ശരിയായാലും തെറ്റായാലും അതിനുള്ള കാരണങ്ങളും വിശദീകരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അല്ലേ. അപ്പം ഇതാണ് നമ്മളുടെ ഒരു എക്സാം പേപ്പറിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ why does the individual choose Gerard as the man whose identity want to take on? അല്ലേ, നമ്മളുടെ ജെറാർഡ് ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ ഏത് രൂപത്തിലാണ് നേരിടുന്നത് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് അതിൽ അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്? ദ ഇൻഡിവിജ്വൽ ചോയ്സ് ജെറാർഡ് ആസ് ഹ്യൂമൻ
whose identity he wants to take on because Gerard looks like him and his height is also same. അതായത് തൻ്റെ ഐഡന്റിറ്റി വീണ്ടെടുക്കാൻ വേണ്ടി അദ്ദേഹം എന്താകുന്നുണ്ട്, ജെറാർഡിന്റെ ഐഡന്റിറ്റി തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളുടെ ആരെ, ഇൻട്രൂഡർ. അപ്പം എന്തൊരു ക്വാളിറ്റിയിലാണ് ജെറാർഡിനെ അദ്ദേഹത്തിന് പകരമായി തിരഞ്ഞെടുക്കുന്നത്? അതായത് തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആര് കണ്ടിട്ടുണ്ട്? പോലീസ് കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മുഖം വ്യക്തമല്ല. എൻ്റെ ശരീരപ്രകൃതിയും നമ്മളുടെ ജെറാർഡിൻ്റെ ശരീരപ്രകൃതിയും ഒരുപോലെയാണെന്ന് നമ്മളുടെ അപരിചിതനായിട്ടുള്ള ആ മനുഷ്യൻ ചിന്തിക്കുകയും അങ്ങനെയാണ് ജെറാർഡിനെ കൊന്നിട്ട് എന്താകാം, അദ്ദേഹം ജെറാർഡാണെന്ന് പറയാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ആർക്കുണ്ടായിരുന്നത്? നമ്മളുടെ അപരിചിതനായ ആ ഒരു മനുഷ്യനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ജെറാർഡിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ they can hang me twice. Who said this and to whom if I were you? What did the speaker mean? അതായത് എന്നെ ഒരു വട്ടമേ വധിക്കാൻ കഴിയുകയുള്ളൂ. they can hang me twice. 2 തവണ എന്താക്കാൻ പറ്റില്ല, എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മളുടെ സ്പീക്കർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. the intruder said this to Gerard. ഈ വാക്ക് എന്താണ്, ജെറാർഡിനോട് പറഞ്ഞത് ആരാണ്? നമ്മളുടെ നൊഞ്ഞ കയറ്റക്കാരനാണ്, അതായത് നമ്മളുടെ കുറ്റവാളിയാണ്. ഓക്കെ, ദെൻ എന്തിനാണ് അദ്ദേഹം പറഞ്ഞത്? ദ ഇൻട്രൂഡർ സെഡ് ദിസ് ബിക്കോസ് ഹി വാസ് എ ക്രിമിനൽ. അദ്ദേഹം എന്താണ്, ഒരു ക്രിമിനൽ ആണ്. ആൻഡ് വാസ് വാണ്ടഡ് ബൈ ദ പോലീസ്. പോലീസ് അദ്ദേഹത്തെ തെരഞ്ഞു നടക്കുന്നുണ്ട്. ദ മർഡർ ഹി ഹാഡ് കമ്മിറ്റഡ്. അദ്ദേഹം എന്താണ്, ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സോ ഹി ഫെൽറ്റ് ഇറ്റ് വുഡ് നോട്ട്. അപ്പം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എന്തായാലും എന്താകാമാണ്, തൂങ്ങാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ ഈ ഒരു മരണവേദനയാണ് എല്ലാവർക്കും കൂടുതലായിട്ട്, മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഒരു മനുഷ്യനെ കൂടുതലായിട്ട് നന്മയിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഈ ഒരു മനുഷ്യന് എന്തായാലും മരണം ഉറപ്പാണ്. പോലീസ് പിടിച്ചാൽ എന്താവും, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു വ്യക്തി ഇൻട്രൂഡർ ജെറാർഡിനോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇതിൻ്റെ ബാക്കി തന്നെയാണ്. ദ ഇൻട്രൂഡർ സെഡ് ദിസ് ടു ജെറാർഡ്. ദ ഇൻട്രൂഡർ സെഡ് ദിസ് ബിക്കോസ് ഹി വാസ് എ ക്രിമിനൽ ആൻഡ് വാസ് വാണ്ടഡ് ടു ബൈ പോലീസ് എ മർഡർ he had committed. So he felt it would not matter if he murdered Gerard also because the punishment given by the police would be the same. അതായത് ഒരാളെ കൊന്നാലും രണ്ടാളെ കൊന്നാലും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്, ഒരേ ശിക്ഷയാണ്. അതുകൊണ്ട് ഓൾറെഡി ഒരു കൊലപാതകം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്, ഇനി ഇയാളെയും കൂടി കൊന്നാന്തല്ല എനിക്ക് പ്രശ്നമല്ല എന്നുള്ള അർത്ഥത്തിലാണ്, ഒരു ദ്വയാർത്ഥത്തിലാണ് ആ ഒരു വാക്ക് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ജെറാർഡ്സ് അപ്പിയറൻസ്. ജെറാർഡിൻ്റെ രൂപത്തെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്, ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ജെറാർഡ് ഈസ് എ മാൻ ഓഫ് മീഡിയം ഹൈറ്റ്. ഒരു മീഡിയം ഹൈറ്റുള്ള വ്യക്തിയാണ് നമ്മളുടെ ജെറാർഡ് എന്ന് പറയുന്നത്. ആൻഡ് വിയേഴ്സ് ഓൺ റിംഡ് ഗ്ലാസസ്, അല്ലേ, ഒരു റിംഡ് ഗ്ലാസ് ആയിട്ടുള്ള ഒരു വേഷവിധാനത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ജെറാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെൻ ദ പ്ലേ ഓപ്പൺ, അതായത് നാടകം തുടങ്ങുന്ന അവസരത്തിൽ ഹീസ് ഡ്രസ്ഡ് ഈസ് എ ലോങ് സ്യൂട്ട് ആൻഡ് ഗ്രേറ്റ് കോട്ട്, അല്ലെ, ഒരു വലിയ കോട്ടും ഒരു ലോങ് സ്യൂട്ടൊക്കെ ധരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഹീ ടേക്സ് ഇൻ എ കൾച്ചർ ഡ്വൈസ് ആൻഡ് ഹിസ് ഡിമേനർ ഓഫ് കോൺഫിഡൻസ്. അദ്ദേഹത്തിന് കണ്ടാൽ തന്നെ ഒരുപാട് ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു പിക്ചർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സോർട്ട് ഓഫ് ഇൻഫർമേഷൻ ഡസ് ദ ഇൻട്രൂഡർ വാണ്ട് ഫ്രം ജെറാർഡ്. ജെറാർഡിൽ നിന്നും എന്തൊരു വിവരമാണ് നമ്മളുടെ ഈ ഒരു ഇൻട്രൂഡർക്ക് കിട്ടേണ്ടിയിരുന്നത്? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ആൻസർ പറയുന്നത്, ദ ഇൻട്രൂഡർ വാണ്ട്സ് ടു പേഴ്സണൽ ഡീറ്റെയിൽസ് ഫ്രം ജെറാർഡ്. ജെറാർഡിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മളുടെ ആ ഒരു ഇൻട്രൂഡർക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ലൈക്ക് വെദർ ഇൻ ദ ലീവ്സ്, അല്ലെ, ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ, ജെറാർഡായിട്ട് ജീവിക്കണമെങ്കിൽ ജെറാർഡിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയണമായിരുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് ക്രിസ്ത്യൻ നെയിം, അദ്ദേഹത്തിൻ്റെ
ക്രിസ്ത്യൻ നെയിം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെദർ ഹി ഹാസ് എ കാർ ആൻഡ് വെദർ പീപ്പിൾ വിസിറ്റ് ഹിം. ഓൾ ദിസ് ഇൻഫർമേഷൻ ഈസ് നെസസറി ഫോർ എക്സിക്യൂഷൻ ഓഫ് ഹിസ് പ്ലാൻ. അദ്ദേഹത്തിൻ്റെ പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ ഈ ഒരു ഇൻഫർമേഷനൊക്കെ അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്നു എന്നുള്ളതാണ്. ടു ദ പോലീസ് ബൈ ഡിസ്ക്യൂസിങ് ഇറ്റ് സെൽഫ് ഇസ് ജെറാഡ്. അതായത് ഇത് ജെറാഡാണ്. പോലീസ് വരുമ്പം ഞാൻ ജെറാഡാണെന്ന് പറയണമെങ്കിൽ ജെറാഡിൻ്റെ തെളിവുകളൊക്കെ വേണ്ടേ? അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ക്യാരക്ടർ ജെറാഡിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ മോർ ഇൻ്റലിജൻറ്റ് ഓഫ് ദ ടു? ഈ രണ്ട് വ്യക്തികൾ, അതായത് നമ്മുടെ ഇൻട്രൂഡറും അതുപോലെ ജെറാഡും തമ്മിലുള്ള വ്യക്തികളിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം. ജെറാഡ് ഓർ ഇൻട്രൂഡർ? ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. നമ്മൾ എന്ത് നൽകിയാലും ജെറാഡ് ആണെന്ന് പറഞ്ഞാലും ഇൻട്രൂഡർ ആണെന്ന് പറഞ്ഞാലും അതിനുള്ള കാരണം കൂടി എഴുതണം എന്നതാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ. ആരാണ്? നമ്മളുടെ ജെറാഡാണ്. ജെറാഡ് ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ ദ ഇൻട്രൂഡർ. ഇൻട്രൂഡറേക്കാളും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? നമ്മളുടെ ജെറാഡ് ആയിരുന്നു. കാരണം ഹി ഡസ് നോട്ട് ലോസ് ബാലൻസ് ഓഫ് മൈൻഡ് അറ്റ് ദ സൈറ്റ് ഓഫ് എ റിവോൾവർ. റിവോൾവർ തൻ്റെ നേരെ ചൂണ്ടിയിട്ടും അദ്ദേഹം എന്താകുന്നില്ല, ഒട്ടും പതറുന്നില്ല എന്നുള്ളതാണ്. കാരണം ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള മനക്കരുത്ത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ജെറാഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയാനുള്ള കാരണം. മാത്രമല്ല ഹി മെയിൻറ്റെയിൻസ് ഇസ് കൂൾ ആൻഡ് വെൽക്കംസ് ദ ഇൻട്രൂഡർ. അല്ലെ, ഒരു അപരിചിതനായ മനുഷ്യൻ തോക്കുമായി അടുത്ത് വന്നിട്ടും അദ്ദേഹത്തെ ബുദ്ധിപൂർവം കാമായിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തുകയാണ്. ഓക്കെ, നമ്മളൊക്കെ എന്താ ചെയ്യല്? ഒരു അപരിചിതനായ മനുഷ്യൻ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ഒരു പക്ഷേ അദ്ദേഹത്തെ ഇറക്കി വിടാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ എങ്ങാനും നമ്മളുടെ ജെറാഡ് ഇറക്കി വിട്ടിരുന്നുവെങ്കിൽ ആ കയ്യിലുള്ള റിവോൾവർ കൊണ്ട് ജെറാഡിൻ്റെ കഥ കഴിയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും മോസ്റ്റ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഈ ടോൾഡ് ദ ഇൻട്രൂഡർ ദാറ്റ് he had already killed a man. ഈ ഇൻട്രൂഡറോട് നമ്മുടെ ജെറാഡ് പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി രണ്ടാളെ കൊന്നിരിക്കുകയാണെന്ന്. ഓൾറെഡി 2 പേരെ കൊന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഇൻട്രൂഡറോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് ദ ഇൻട്രൂഡർ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ട്രിക്ക് ഓഫ് ജെറാഡ്. ജെറാഡ് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മളുടെ ഈ കൊലപാതകക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. കാരണം ഇദ്ദേഹത്തിന് ഉള്ളിൽ പേടിയുണ്ട്, പക്ഷെ ആ പേടി പുറത്ത് കാണിക്കുന്നുണ്ടോ? പുറത്ത് കാണിക്കുന്നില്ല. പുറത്ത് കാണിക്കാതെ തൻ്റെ ഉള്ളിലെ ഭയം അടക്കിപ്പിടിച്ച് ബുദ്ധിപൂർവം ആത്മധൈര്യത്തോടു കൂടി നമ്മളുടെ ആ ഒരു കൊലപാതകയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് എന്നുള്ളതാണ്. അവസാനം എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ കഥ അറിയുന്നതല്ലേ? ഈ കഥ നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നവരായിരിക്കാം. എന്നിരുന്നാലും ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മളുടെ ജെറാഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ഇൻട്രൂഡ് ആയിട്ടുള്ള ആൾ വരികയാണ്. ഓക്കെ, ഇൻട്രൂഡ് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞ കയറ്റക്കാരൻ എന്ന അർത്ഥം. അദ്ദേഹം വരുന്നത് എന്തിനാണെന്ന് അറിയോ? ഈ നമ്മളുടെ ഈ ഒരു ജെറാഡ് എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നിട്ട് ആ ജെറാഡായിട്ട് അവിടെ താമസിക്കാനാണ് നമ്മളുടെ ഈ ഒരു അപരിചിതനായിട്ടുള്ള മനുഷ്യൻ്റെ പ്ലാന്. കാരണം എന്താണ്? എന്തിനെ കൊല്ലുന്നത്? തന്നെ പിടിക്കാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട്. ഇദ്ദേഹം ഓൾറെഡി 2-3 കൊലപാതകം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തൻ്റെ പിന്നാലെ പോലീസ് ഉണ്ട്. പക്ഷേ പോലീസ് അദ്ദേഹത്തെ ഫേസ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് പോലീസ് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ജെറാഡിനെ കൊന്നിട്ട് ജെറാഡായിട്ട് അവിടെ വരസാനുള്ള പ്ലാനായിരുന്നു നമ്മളുടെ ഇൻട്രൂഡർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അധ്യായം ഇവിടെ ഡിസ്കസ് ചെയ്യാം. എന്താണ്? 13ാമത്തെ അധ്യായമായിട്ടുള്ള ദ ടൈഗർ ഇൻ ദ ചനൽ എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ 2 അധ്യായങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ അധ്യായങ്ങളാണ്? നമ്മളുടെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന അധ്യായം ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇഫ് ഐ വേർ യു എന്ന് പറയുന്ന 2ാമത്തെ അധ്യായവും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് 3ാമത്തെ അധ്യായമായിട്ടുള്ള ദ ടൈഗർ ഇൻ ദ ടനൽ, ഇതാണ് നമ്മുടെ ഈ ഒരു അധ്യായമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ചാപ്റ്റർ 13ാമത്തെ അധ്യായമാണ് ദ ടൈഗർ ഇൻ ദ ടനൽ എന്ന് പറയുന്ന അധ്യായം. ഓക്കെ, ഈ അധ്യായത്തിൽ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ബാൽഡിയോ ക്യാരിഡ് വിത്ത് ഹിം എ
പ്രൊട്ടക്ട് ഹിംസെൽഫ് ഫ്രം ദ വൈൽഡ് അനിമൽസ്. നമ്മളുടെ അദ്ദേഹം കാട്ടിൽ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, കാട്ടിലല്ല റെയിൽവേ ഭാഗത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്ത് വൈൽഡ് അനിമലിൽ നിന്നും രക്ഷ നേടാനായി എന്തൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസറാണ്. ബാൽഡിയോ ക്യാരിഡ് വിത്ത് ഹിം എ സ്റ്റീൽ ആക്സ് ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് ഫ്രം ദ വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസിൽ നിന്നും രക്ഷ നേടാനായി അദ്ദേഹം ഒരു കോടാലി കൂടെ കരുതിയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മോർ വറീഡ് അബൌട്ട് ഹിസ് ഓൺ സേഫ്റ്റി? അല്ലേ, എന്താണ് നമ്മളുടെ ബാൽഡിയോക്ക് കൂടുതലായിട്ട് ദുഃഖമുണ്ടായിരുന്നത്? സ്വന്തം സേഫ്റ്റിയെ പറ്റിയുള്ള ദുഃഖം എന്തായിരുന്നു എന്നുള്ളതാണ്. ദുഃഖം ഉണ്ടായിരുന്നു, എന്തായാലും കാരണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്, തെറ്റാണ്. അദ്ദേഹത്തിന് ഒരിക്കലും പേടിയുണ്ടായിരുന്നില്ല, ദുഃഖമുണ്ടായിരുന്നില്ല. ഹി വാസ് നോട്ട് വറീഡ് അബൌട്ട് ഹിംസെൽഫ്, ഹി വാസ് ജസ്റ്റ് വറീഡ് അബൌട്ട് ഹിസ് സൺ ഹു വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഹട്ട് അലോൺ. അല്ലേ, തൻ്റെ കുടിലിൽ ഒറ്റയ്ക്ക് ഉറങ്ങുന്ന മകനെ ഓർത്തായിരുന്നു നമ്മളുടെ ബാൽഡിയോക്ക് ഭയമുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കോടാലി കയ്യിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെമ്പോസ് ഫാദേഴ്സ് നെയിം വാസ് ബാൽഡിയോ. നമ്മളുടെ ടെമ്പോ ആണ് ആ ഒരു നമ്മളുടെ മെയിൻ ക്യാരക്ടറുടെ മകൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ബാൽഡിയോ എന്നാണ് ഇവിടെ പറയണത്. ശരിയാണോ തെറ്റാണോ? ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആണ്, ശരിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡ്യൂട്ടി ഡിഡ് ബാൽഡിയോ ഡു ദ സ്റ്റേഷൻ? നമ്മളുടെ സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ എന്തായിരുന്നു നമ്മളുടെ ബാൽഡിയോയുടെ ഡ്യൂട്ടി എന്നുള്ളതാണ്. ബാൽഡിയോ വാസ് എ കെയർ ടേക്കർ ഓഫ് ദ സ്റ്റേഷൻ ഇൻ ദ മിഡിൽ ഓഫ് ജംഗിൾ. കാടിൻ്റെ നടുവിൽ, വലിയ വനമാണ്, ആ ഒരു വനത്തിൻ്റെ നടുവിൽ ഒരു സ്റ്റേഷനിൽ അവിടെ കെയർ ടേക്കർ ആയിട്ട് കഴിയുന്ന ആ വ്യക്തിയായിരുന്നു നമ്മളുടെ ബാൽഡിയോ. ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ സിഗ്നലിംഗ് വെദർ ഓർ ദ നോർത്ത് ടണൽ വാസ് ക്ലിയർ ഓഫ് ട്രെയിൻസ് ടു പാസ് ത്രൂ ദ ടണൽ. ഒരു ടണലിൻ്റെ അടുത്തുള്ള ഒരു കെയർ ടേക്കർ ആയിരുന്നു അദ്ദേഹം. ആ ഒരു ടണലിലൂടെ ട്രെയിനുകൾ പോകണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിഗ്നൽ കിട്ടിയിട്ട് വേണമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അറ്റ് ദ നൈറ്റ് ബാൽഡിയോ ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സിഗ്നൽ ലാമ്പ് അറ്റ് ദ ടണൽ വാസ് ബേണിംഗ്. അതായത് ടണലിന് കറക്റ്റായിട്ടുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ബാൽഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ ലൈറ്റ് കത്തുകയുള്ളൂ എന്നുള്ളതാണ്. ടു അലോ ദ നൈറ്റ് ട്രെയിൻ ടു പാസ് ത്രൂ സേഫ്റ്റിലി. ട്രെയിനുകൾക്ക് സേഫായിട്ട് കടന്നു പോകണമെങ്കിൽ നമ്മളുടെ ബാൽഡിയോൻ്റെ സിഗ്നലിങ് കറക്റ്റായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ടെമ്പു? നമ്മൾ ടെമ്പു എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഈ ഒരു കഥയിൽ ടെമ്പു എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ടെമ്പു എന്നുള്ളതാണ്. ടെമ്പു വാസ് എ 12 years old ട്രൈബൽ ബോയ് ആൻഡ് ബാൽഡിയോസ് സൺ. നമ്മുടെ ബാൽഡിയോ എന്നുള്ള മെയിൻ ക്യാരക്ടറുടെ മകനാണ്, 12 വയസ്സായ മകനാണ് ടെമ്പു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൂ ലീവ്ഡ് ഇൻ എ ട്രൈബൽ വില്ലേജ് വിത്ത് ഹിസ് മദർ ആൻഡ് ലിറ്റിൽ സിസ്റ്റർ ഓൺ ഔട്ട്സ്ക്രീച്ച് ഓഫ് ദ ഫോറസ്റ്റ്. ഓക്കെ, ഒരു കാട്ടിലാണ് അവരൊക്കെ താമസിച്ചിരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനാണ്. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. ഈ രൂപത്തിലൊക്കെ നമ്മളുടെ എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബാൽഡിയോ കൺസിഡർ ഹിംസെൽഫ് ലക്കി? എന്തുകൊണ്ടാണ് നമ്മളുടെ ബാൽഡിയോക്ക് ലക്കി ആയിട്ട് തോന്നാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ബാൽഡിയോ കൺസിഡർഡ് ഹിംസെൽഫ് ഓഫ് ലക്കി ബിക്കോസ് ഹി ഗോട്ട് ദ ജോബ് ഓഫ് കാലസി അറ്റ് ദ സ്മോൾ വൈൽസെൽ സിഗ്നൽ സ്റ്റോപ്പ്. അല്ലേ, നമ്മളുടെ ബാൽഡിയോക്ക് കുറേ വർഷങ്ങളായിട്ട് ജോലി ഉണ്ടായിരുന്നില്ല.
ഇങ്ങനെ ഒരു സിഗ്നൽ സ്റ്റേഷനിലെ ജോലി കിട്ടിയത് കാരണം ഒരുപാട് ലക്കിയായി തോന്നി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Pick out the words from the extracts which are similar in meaning to the following expressions. താഴെ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വായിച്ചിട്ട് ഒരേപോലെ തോന്നുന്ന ഭാഗങ്ങൾ തിരഞ്ഞെടുക്കാനാണ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ ഷെയറിങ് ദ സെയിം ലാംഗ്വേജ്. അതായത് ഒരു കൂട്ടം ആളുകളാണ് ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തേക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത് ട്രൈബൽ വില്ലേജ് എന്നാണ് പറയുക. ഓക്കെ, സംതിങ് വിച്ച് അൺകവേർഡ്. ഓക്കെ, ഒന്നും മറച്ചു വെക്കാത്ത ഒരു ഭാഗങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ്? ബയർ, നഗ്നമായിട്ടുള്ള എന്നുള്ളതാണ്. ദെൻ ഡിസ്ക്രൈബ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ബാൽഡിയോ ആൻഡ് ടൈഗർ. ടൈഗറും ബാൽഡിയോയും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഓർ. ഓക്കെ, ഇതാണ് ഓർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഹൗ ഡിഡ് ബാൽഡിയോ ഡൈ. നമ്മളുടെ ബാൽഡിയോ എങ്ങനെയാണ് മരണപ്പെട്ടിട്ടുള്ളത്? ഡിസ്ക്രൈബ്, അത് വിവരിക്കാനാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്കവിടെ ആൻസർ ചെയ്യണം. അപ്പോൾ അതിന് ആൻസർ വായിച്ച് മനസ്സിലാക്കുക. വൺ നൈറ്റ് ബാൽഡിയോ ആസ് യൂഷ്വൽ വെന്റ് ടു ദ സിഗ്നൽ പോസ്റ്റ് ടു സീ ഇഫ് ദ ലാമ്പ് വാസ് ബേണിംഗ്. അല്ലേ, നമ്മളുടെ ലാമ്പ് കത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ, സിഗ്നൽ ലാമ്പ് കത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മളുടെ ബാൽഡിയോ പോയതായിരുന്നു. ദർ ആർ ഹിയർഡ് ദ thumb and soon he saw a tiger moving towards him. അദ്ദേഹം അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു ദൂരെ നിന്നൊരു കടുവ അദ്ദേഹത്തിന് നേരെ വരുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഫൈറ്റ് വാസ് ഇമ്പോസിബിൾ അറ്റ് ദാറ്റ് ടൈം. അല്ലെ, ആ സമയത്ത് ഒരു ഫൈറ്റിന് പറ്റിയൊരു സമയമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു പാതിരാ സമയത്താണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നത്. ബാൽഡിയോ ഗ്രാസ്പ്ഡ് ഹിസ് ആക്സ് ഫാമിലി ദാറ്റ് ഓൾവൈസ് ക്യാരിഡ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആക്സ് എടുത്തു എന്നുണ്ടെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. സൂൺ ദ ടൈഗർ റീച്ച്ഡ് ദെയർ ആൻഡ് അറ്റാക്ക്ഡ് ബാൽഡിയോ വിത്ത് ഹിസ് റൈറ്റ് പോ. അല്ലേ, ഓക്കെ, ദെൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. ദെൻ നെക്സ്റ്റ് ഒരു ഭാഗം, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ട്. ബാൽഡിയോ ഹിറ്റ് ദ ടൈഗർ വിത്ത് ഫുൾ ഫോഴ്സ്. അദ്ദേഹത്തിനുള്ള എല്ലാ ഫോഴ്സ് എടുത്തിട്ട്, എല്ലാ ശക്തിയും എടുത്ത് അദ്ദേഹം ടൈഗറിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദിസ് ടൈം ദ ആക്സ് കോട്ട് ദ ടൈഗർ ഓൺ ഇസ് ദ ഷോൾഡർ. അല്ലേ, ഇതിൻ്റെ ഷോൾഡറിൽ ഈ ഒരു ആക്സ് തട്ടുകയാണ്. ഓൾമോസ്റ്റ് സേവിങ് ഹിസ് ലെഗ്സ്. അൺലക്കി ദ ആക്സ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബോൺ ഓഫ് ദ ടൈഗർ. ഹി കുഡിൻറ്റ് നോട്ടീസ് ദാറ്റ് ദ ട്രെയിൻ വാസ് കമ്മിങ്. അല്ലെ, ട്രെയിൻ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. When he realized, he tried to run on his wounded leg, but it was too late, and the tiger was cut in the half by the engine. Okay, നമ്മുടെ ബാൽഡിയോൻ്റെ ഡെത്തിനെ കുറിച്ചാണ് ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഹാപ്പൻ ടു ദ ടൈഗർ at last in the tiger in the tunnel. ടൈഗർ ഇൻ ദ ടണൽ എന്നുള്ള അധ്യായത്തിൽ അവസാനമായിട്ട് നമ്മളുടെ ടൈഗറിന് എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഗോട്ട് കോട്ട് ഇൻ ദ കൗ catcher of the engine and was killed. Okay, then next ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. What is the message contained the story the tiger in the tunnel? The tiger in the tunnel എന്ന് പറയുന്ന അധ്യായത്തിൽ എന്ത് ഒരു മെസ്സേജാണ് നമുക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സർപ്രൈസ് ഓഫ് ദ ലൈഫ് ദാറ്റ് ദ ട്രെയിൻ ഡ്രൈവർ റിസീവ്ഡ്? എന്തൊരു മെസ്സേജാണ് നമ്മളുടെ ട്രെയിൻ ഡ്രൈവർ നൽകുന്നത് എന്നുള്ളതാണ്. ദ ടൈഗർ ഇൻ ദ ടണൽ ഈസ് ദ ഷോർട്ട് സ്റ്റോറി ബൈ റസ്കിൻ ബോണ്ട്. ഓക്കെ, ഇൻ ദ ടൈഗർ ഇൻ ദ ടണൽ ദ സർപ്രൈസ് ഓഫ് ദ ലൈഫ് ദാറ്റ് ദ ട്രെയിൻ ഡ്രൈവർ റിസീവ്സ് ഇസ് വെൻ he sees a huge Bengal tiger sitting on the railway tracks in the middle of night. The unexpected encounter with the tiger create a tense and thrilling moments in the story as the train hurtled towards the tiger, putting both the tiger and the passengers in danger. Okay, ഇതാണ് നമ്മളുടെ
ഈ ഒരു ഭാഗത്ത് പറയുന്ന ഭാഗങ്ങൾ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 14 ആണ്. ലാസ്റ്റ് ഈ ഒരു ലൈവ് ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് പറയാൻ. ഒരു പോയമാണ്. ഈ പോയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. റീഡ് ദ ഫോളോവിങ് എക്സ്ട്രാക്ട്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഓക്കെ, ഈ ഒരു ഭാഗങ്ങൾ വായിച്ചിട്ട് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. 2 റോഡ് ഡിവൈഡഡ് ഇൻ എ യെല്ലോ വുഡ്. ഓക്കെ, നിങ്ങൾ ഈ ഭാഗം വായിച്ചു നോക്കുക. കൃത്യമായിട്ട് താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുക എന്നുള്ളതാണ്. ഹൂ ഈസ് ദ പോയറ്റ് ഓഫ് ദ പോയം ദ റോഡ് നോട്ട് ടേക്കൺ? ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോയറ്റിലെ പോയറ്റ് ആരാണെന്നുള്ളതാണ്. ജെയിംസ് വില്യംസ്, അതുപോലെ തന്നെ വില്യം വേർഡ്സ്വർത്ത്, റോബർട്ട് ഫ്രോസ്റ്റ്. ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ് നമ്മളുടെ ഈ ഒരു അധ്യായം എഴുതിയിട്ടുള്ളത്. ദെൻ വൈ വാസ് ദ പോയറ്റ് ലുക്കിംഗ് അറ്റ് ദ പാത്ത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിക്കുക, കൃത്യമായി മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിസ്കസ് വാട്ട് ദീസ് ഫ്രേസസ് മീൻ ടു യു. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഫ്രേസുകൾ അർത്ഥമാക്കുന്നതാണ്. എ യെല്ലോ വുഡ്, ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വിയർ. ഓക്കെ, യെല്ലോ വുഡ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദാറ്റ് ഫോറസ്റ്റ് ഇൻ ദ സീസൺ ഓഫ് ഓട്ടം. വെൻ ലീവ്സ് ബിക്കം യെല്ലോ ഇറ്റ് റെപ്രസെൻറ്റ് വുഡ് ഫുൾ ഓഫ് അഗെയിൻ പീപ്പിൾ. ഓക്കെ, ഇതാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, വായിക്കുക, മനസ്സിലാക്കുക. ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മളുടെ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ റോഡ് നോട്ട് ടേക്കൺ ഇൻ മെറ്റഫർ ഓഫ് ലൈഫ് ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്, ജസ്റ്റിഫൈ ദ ടൈറ്റിൽ. ഓക്കെ, റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ടൈറ്റിലിനെ പറ്റിയൊരു ന്യായീകരണം എഴുതാനാണ്. എന്തൊക്കെയാണ് നോക്കാം. ദ റോഡ് നോട്ട് ടേക്കൺ ഫ്രോസ്റ്റ് യൂസസ് ദ ഫോർക്ക് ഇൻ ദ റോഡ് ആസ് എ മെറ്റഫർ ഫോർ ദ ചോയ്സസ് വി മേക്ക് ഇൻ ദ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള ഈ ഒരു കവിതയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുന്നത് തെറ്റായ തീരുമാനങ്ങളെ അപഗ്രഥിച്ചിട്ടാണ് ഈ ഒരു അധ്യായത്തിലൂടെ, ഈ ഒരു കവിതയിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, വായിക്കുക, മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ പഠിക്കാനുള്ളത്. കൂടുതൽ അറിയുവാൻ നിങ്ങൾ നോക്കുക, നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ കേൾക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.